الشرط الثالث الإخلاص المنافي للشرك ودليل الإخلاص قوله تعالى ألا لله الدين الخالص وقوله سبحانه وتعالى وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء. മൂന്നാമത്തെ ഷർത്ത് അൽ ഇഖ്ലാസ് അൽ മുനാഫി ലിശ്ശിർക്ക്, ഷിർക്കിന്റെ ഓപ്പോസിറ്റായ ഇഖ്ലാസ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാകണമെങ്കിൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കണം. ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു കലർപ്പും ഉണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരു കലർപ്പും ഉണ്ടാകാൻ പാടില്ല. അത് ഇഖ്ലാസ് എന്ന് പറയുക. അള്ളാഹുവിന് മാത്രമാക്കണം. ഷിർക്കും ഉണ്ടാകാൻ പാടില്ല, റിയാവും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന് മാത്രം തനിപ്പിക്കണം. അതാണ് അലാ ലില്ലാഹി അദ്ദീനുൽ ഖാലിസ്, ഖാലിസായ നിഷ്കളങ്കമായ കീഴ്വണക്കം അള്ളാഹുവിനാണ്. അലാ ലില്ലാഹി അദ്ദീനുൽ ഖാലിസ്. അപ്പൊ അദ്ദീനുൽ ഖാലിസ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൽ ഖവാഇദ് അർബ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൽ നമ്മൾ തെളിവ് പറഞ്ഞിരുന്നു. പാലിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് വനുസ്കീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ സായിഗൻ ലിശാരിബിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ. പാലിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞതാണ് വനുസ്കീകും മിമ്മാ ഫീ ബുതൂനി, കന്നുകാലികളുടെ വയറ്റുകളിൽ നിന്നും ഞാൻ നിങ്ങളെ കുടിപ്പിക്കുന്നു. എന്താ? മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ, രക്തത്തിൻ്റെയും കാഷ്ടത്തിൻ്റെയും ഇടയിലൂടെ വരുന്ന പ്യുവറായ പാലിനെ. ലബനുൻ ഖാലിസ്. അപ്പൊ ഖാലിസ് എന്ന് പറഞ്ഞാൽ വരുന്നത് എന്തിൻ്റെ ഇടയിൽ കൂടിയാണ്? റഫസിൻ്റെയും റഫ്സിൻ്റെയും ഫർസിൻ്റെയും ദമിൻ്റെയും ഇടയിലൂടെ. മിംബൈനി ഫർസിൻ വദമിൻ. എന്നാൽ പാലിൽ എന്തില്ല? ഫർസ് എന്ന് പറഞ്ഞാൽ കാഷ്ടിക്കേണ്ട വസ്തുവിനാണ് ഫർസ് എന്ന് പറയാം. വയറ്റിൽ കെട്ടി നിൽക്കുന്ന, പുറത്തു പോകുമ്പോൾ അത് വേസ്റ്റ് കാഷ്ടമായിട്ട് പുറത്തു പോവുക, അതിനാണ് ഫർസ് എന്ന് പറയാം. അതിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിലൂടെയാണ് പാല് വരുന്നത്. പശുവിൻ്റെ ഒക്കെ പാല് വരുന്നത്. എന്നാൽ പാലിൽ കാഷ്ടത്തിൻ്റെ എന്തെങ്കിലും അടയാളം ഉണ്ടാ? ഇല്ല. രക്തത്തിന് എന്തെങ്കിലും അടയാളം ഉണ്ടാ? പ്യുവർ വൈറ്റ് പാൽ അല്ലേ? അതല്ല പറഞ്ഞത് മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ എന്ന് പറഞ്ഞു. അതാണ് പ്യുവറായ. അപ്പം അള്ളാഹുവിനെ അംഗീകരിക്കുമ്പോൾ ഇഖ്ലാസ് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഖ്ലാസ് വേണം. ഒരണു മണി അള്ളാഹു അല്ലാത്തവർക്ക് പോകാൻ പാടില്ല. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് അള്ളാഹുവിന് മാത്രമാക്കണം. ഇതാണ് ഇതിന് തെളിവുള്ളത്. മറ്റൊരു തെളിവ് എന്താണ്? വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കണം എന്നാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. ഹുനഫ എന്ന് ഹനീഫ് എന്നതിൻ്റെ ജംആണ് ഹുനഫാ. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഷിർക്കിൽ നിന്നും മാറി തൗഹീദിലേക്ക് തെറ്റുക, ഷിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും പോലുള്ള ബാത്തിൽ നിന്നും മാറി നിൽക്കുകയും ഹക്കിലേക്ക് ചായുകയും ചെരിയുകയും ചെയ്യുന്നതിനാണ് ഹനീഫ് എന്ന് പറയുക. ഹുനഫ അങ്ങനെ അള്ളാഹുവിനെ മാത്രമാക്കാൻ. ومن السنة الحديث الثابت في الصحيح عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أسعد الناس بشفاعتي من قال لا إله إلا الله خالصا من قلبه أو نفسه. وفي الصحيح عن عتبان بن مالك رضي الله عنه عن النبي صلى الله عليه وسلم قال إن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله عز وجل. ഹദീസിൽ നിന്നുമുള്ള തെളിവ് ഇഖ്ലാസ് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാകാൻ അവൻ മുഖ്ലിസ് ആവണം. അവൻ അള്ളാഹുവിൽ പങ്കാക്കുന്നവനാകാൻ പാടില്ല, ശിർക്ക് വെക്കുന്നവനാകാൻ പാടില്ല എന്ന തെളിവ് ഹദീസിൽ നിന്ന് എന്താണ്? ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യാ റസൂലല്ലാഹ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ താങ്കളുടെ ശഫാഅത്ത് കൊണ്ട് സൗഭാഗ്യം ലഭിച്ചവൻ ആരാണ് പ്രവാചകരെ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അബൂ ഹുറൈറ, നീ ആദ്യം ചോദിക്കുന്ന ആൾ നീ ആകുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം അബൂ ഹുറൈറ ഇൽമു പഠിക്കാൻ ഭയങ്കര ഹിർസാണ്. ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് ഹദീസ് ഉദ്ധരിച്ച ആളാണ് എന്നതിന് തെളിവും കൂടിയാണ്. റസൂലുള്ളാഹിന്റെ സർട്ടിഫിക്കറ്റാണ്. ഏറ്റവും കൂടുതൽ ഹദീസ് പഠിക്കാൻ താല്പര്യമുള്ള ആൾ നീയാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ ചോദ്യം നീ ആദ്യം ചോദിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. നീ തന്നെ ചോദിച്ചു എന്ന്.
അങ്ങനെ ചോദിച്ചു റസൂൽ മറുപടി പറഞ്ഞു, അസ്അദുന്നാസി ബിശഫാഅതി, എൻ്റെ ഷഫാഅത്ത് കൊണ്ട് ജനങ്ങളിൽ ഏറ്റവും സൗഭാഗ്യം സിദ്ധിച്ച ആൾ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സി, ഇഖ്ലാസോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ്. അത് ഇഖ്ലാസ് ഷർത്താണ്. ശിർക്ക് വെക്കാതെ അള്ളാഹുവിൻ്റെ മാത്രം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം മാബൂദായി അംഗീകരിച്ച ആളാണ്. അള്ളാഹു അല്ലാത്തവരെ മാബൂദായി സ്വീകരിച്ച ആൾ മുഖ്ലിസല്ല. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകുന്നവൻ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ലാ ഇലാഹയിൽ പേച്ച ആ 4 നിഷേധം ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും പേച്ച് പോയവൻ അവൻ ഇഖ്ലാസ് ഇല്ലാത്തവനാണ്, അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അത് അൻസാരിയാണ്. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം അന്ധനായി. റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മുസല്ല നിശ്ചയിച്ചപ്പോൾ റസൂലുള്ളാഹി പോയി നിസ്കരിച്ചിട്ടുണ്ട്, ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ആ സഹാബി പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലന്നാർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ മേൽ ഹറാമാക്കി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ. അതായത് അവിടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചർച്ച വന്നു. റസൂലുള്ളാഹി ഇത്ബാൻ ഇബ്നു മാലിക്കിന്റെ വീട്ടിൽ വന്നു എന്ന് അറിഞ്ഞപ്പോൾ സഹാബാക്കൾ എല്ലാം ഓടിക്കൂടി. അങ്ങനല്ല, റസൂലുള്ളാഹി വന്നപ്പോൾ എല്ലാവരും റസൂലുള്ളാഹിന്റെ ഇത്ബാൻ ഇബ്നു മാലിക് അതിന്റെ വീട്ടിൽ ഓടിക്കൂടി റസൂലുള്ളാഹി വന്നെന്ന് അറിഞ്ഞപ്പോൾ. അപ്പോൾ ഒരു സഹാബിയെ മാത്രം കാണുന്നില്ല. അപ്പോൾ ചോദിച്ചു, അയാളെവിടെ? അയാളെ കാണുന്നില്ലല്ലോ, ഞാനിവിടെ വന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ വന്നല്ലോ, അദ്ദേഹം എന്ത് വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ സഹാബകൾ പറഞ്ഞു, അയാളെ ഇവിടെ വചകരെ, ഓൻ മുനാഫിക്കിന്റെ കൂടെ നടക്കുന്നത്, ഓർക്ക് മുനാഫിക്കിനോടാ ഇഷ്ടം. റസൂലുള്ളാഹി അങ്ങനെ പറയരുത്, ഓ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. റസൂലുള്ളാഹി പറയാണ്, റസൂലുള്ളാഹി സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്, ഓൻ കാഫിറായിട്ടില്ല, മുനാഫിക് ആയിട്ടില്ല, ഓൻ മുഅ്മിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇഖ്ലാസോട് കൂടി ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവന്റെ മേൽ നരകം ഹറാമാണ് എന്ന്. ഈ ഹദീസ് ഇമാം നസായി അദ്ദേഹത്തിന്റെ അൽ യൗമു വൽ ലൈല, അമലുൽ യൗമി വൽ ലൈല എന്ന കിതാബിൽ കൊടുത്തിട്ടുണ്ട്. 2 സഹാബാക്കൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ മുഖ്ലിസൻ ബിഹാ ഖൽബുഹു യുസദ്ദിഖു ബിഹാ ലിസാനഹു അല്ലെങ്കിൽ ലിസാനുഹു ഇല്ലാ ഫതകല്ലാഹു ലഹാ അസ്സമാഅ ഫത്ക. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ, എങ്ങനെ പറയണം? ഇഖ്ലാസോട് കൂടി പറഞ്ഞാൽ അവന്റെ കൽബിലുള്ളത് അവന്റെ നാവ് സത്യപ്പെടുത്തുകയും ചെയ്താൽ, ഹൃദയത്തിലുള്ള കാര്യം നാവ് കൊണ്ട് പറയണം, പറഞ്ഞാൽ ഇല്ല ഫതകല്ലാഹു ലഹാ അസ്സമാഅ ഫത്ക, ആകാശത്തെ ഒരു തുറക്കപ്പെടും, അള്ളാഹു തുറന്നു കൊടുക്കും, ആകാശത്തിന്റെ വാതിൽ തുറക്കും. ശക്തമായി തുറക്കുന്നതിനാണ് ഫതക എന്ന് പറയാ. ഫതക ഉന്തി തുറക്കുന്നൊക്കെ പറയില്ലേ, ശക്തമായി അങ്ങ് തുറക്കപ്പെടും. സാധാ തുറക്കുന്നതിന് ഫതഹ എന്ന് പറയാ. ഫതഹ യഫ്തഹു ഫതഹ, തുറക്കുക. ഫതക എന്ന് പറഞ്ഞാൽ ശക്തമായി ഊക്കോടെ തുറക്കുക. ഫതകല്ലാഹു ലഹാ അസ്സമാഅ ഫത്കൻ, കാരണം പറഞ്ഞ കലിമത്ത് എന്താണ്? ഷഹാദത്ത് കലിമയാണ്. അപ്പൊ ആകാശത്തിന്റെ വാതിൽ പെട്ടെന്ന് അങ്ങ് തുറക്കപ്പെടും. ഹത്താ യൻളുറ ഇലാ ഖായിലിഹാ മിൻ അഹ്ലിൽ അർദ്, ഭൂമിയിൽ ആരാണോ അത് പറഞ്ഞത് അവനിലേക്ക് അള്ളാഹു നോക്കുകയും ചെയ്യും. വഹുക്കലി അബ്ദിൻ നളറല്ലാഹു ഇലൈഹി അൻ യുഅതിയഹു സുഇലഹ്, ആരെങ്കിലും അള്ളാഹു നോക്കിയാൽ അവൻ എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കുമെന്നത് അവന്റെ അവകാശമാണ്. ആരെങ്കിലും അള്ളാഹ് നോക്കിക്കഴിഞ്ഞാൽ ആ നോക്കിയ ആൾ എന്ത് ചോദിച്ചാലും അള്ളാഹു അവന് കൊടുക്കുന്നത്. അപ്പൊ ഈ കലിമത്ത് ചൊല്ലിയാൽ അള്ളാഹു നോക്കും. അപ്പൊ എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചവന് കൊടുക്കും, അത് അവന്റെ അവകാശമാണ്. ഹുക്കലി അബ്ദിൻ നളറല്ലാഹു ഇലൈഹി അൻ യുഅതിയഹു സുഇലഹു.